ആ വെസ്റ്റ് ലേക്കിലൂടെ നടന്നു നീങ്ങുമ്പോൾ കണ്ണിൽ പതിഞ്ഞ ഒരു കാഴ്ച വളരെ രസകരമായ കാഴ്ചയായിരുന്നു. അതായത് നിരവധി പേരാണ് ആ തെരുവിൽ പക്ഷികളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത് വിയറ്റ്നാമി ജനതയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഈ കച്ചവടക്കാരികൾ തന്നെ പറഞ്ഞു വന്നത്. വെസ്റ്റ് ലേക്കിൻ്റെ തീരത്ത് തന്നെയാണ് ട്രാങ്ക് കോക്ക് പഗോഡയുള്ളത്. 11 നിലകളുള്ള ഒരു പഗോഡയാണത്, ഒരു ബുദ്ധക്ഷേത്രമാണത്. 1500 വർഷം പഴക്കമുള്ള ഈ ബുദ്ധക്ഷേത്രം ഇന്ത്യൻ സന്യാസിമാരാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പള്ളികളാണെങ്കിലും പഗോഡകളാണെങ്കിലും ചർച്ചുകളാണെങ്കിലും അതിൻ്റെയൊക്കെ നിയന്ത്രണം ഒരു പരിധിവരെ സർക്കാരിൽ തന്നെ നിക്ഷിപ്തമാണ്. ഇതിൻ്റെ നടത്തിപ്പിനാവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ സർക്കാരിൽ നിന്ന് തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട്. വിയറ്റ്നാം യാത്രയിൽ വ്യത്യസ്തമായ കുറേ കാഴ്ചകൾ നമുക്ക് വിയറ്റ്നാമിലെ തെരുവുകളിൽ കാണാൻ സാധിക്കും. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിലെ ഏറ്റവും ആകർഷകമായ തീരങ്ങളിൽ ഒന്നാണ് വെസ്റ്റ് ലേക്ക്. വെസ്റ്റ് ലേക്കിൻ്റെ തീരത്ത് വൈകുന്നേരത്തെ കാറ്റുകൊള്ളാനും പോക്കുവെയിൽ ആസ്വദിക്കാനുമൊക്കെയായി നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. ആ വെസ്റ്റ് ലേക്കിലൂടെ നടന്നു നീങ്ങുമ്പോൾ കണ്ണിൽ പതിഞ്ഞ ഒരു കാഴ്ച വളരെ രസകരമായ കാഴ്ചയായിരുന്നു. അതായത് നിരവധി പേരാണ് ആ തെരുവിൽ പക്ഷികളെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ചെറിയ കുരുവികൾ, വെള്ളക്കണ്ണിക്കുരുവികൾ, അതോടൊപ്പം തന്നെ ഇരട്ടത്തലച്ചി, ബുൾബുളുകൾ തുടങ്ങിയ പക്ഷികളാണ് ഈ വിൽപ്പനയ്ക്ക് വെച്ചവയിൽ അധികവും. സ്വാഭാവികമായി നമുക്ക് പല നാടുകളിലും ഈ പെറ്റ് മാർക്കറ്റുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ പക്ഷികളെയും ചെറിയ മറ്റു ജീവികളെയും ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചത് കാണാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതോ തരത്തിലുള്ള ഒരു വിശ്വാസവുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത് വിയറ്റ്നാമി ജനതയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ഈ കച്ചവടക്കാരികൾ തന്നെ പറഞ്ഞു വന്നത്. വ്യത്യസ്ത വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന വിയറ്റ്നാമി ജനതയുടെ ജനസംഖ്യ 10 കോടിയാണ്. അതിൽ ബുദ്ധമതസ്ഥരുണ്ട്, പ്രൊട്ടസ്റ്റൻ്റ് ക്രൈസ്തവരുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു വിഭാഗം ആളുകളും ഒരു മതങ്ങളിലും വിശ്വസിക്കാത്ത ആളുകളാണ്. പക്ഷേ ഒരു മതങ്ങളിലും വിശ്വസിക്കാത്ത ആളുകളാണെങ്കിലും അവർക്ക് അവരുടേതായ ചില വിശ്വാസങ്ങളുണ്ട്, അവരുടേതായ ചില ആചാരങ്ങളും രീതികളുമൊക്കെ ഉണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പക്ഷികളെയും അതുപോലെ മീനുകളെയുമൊക്കെ സ്വതന്ത്രമാക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ് എന്ന വിശ്വാസം. അതിനായി അവർ തെരുവിൽ നിന്ന് പക്ഷികളെ വിലക്ക് വാങ്ങും. വിലക്ക് വാങ്ങുന്ന പക്ഷികളെ തുറന്നു വിടും. മീനുകളെ വിലക്ക് വാങ്ങും. എന്നിട്ട് അത് ഏതെങ്കിലും ജലാശയത്തിലേക്ക് അവയെ തുറന്നു വിടും. അതുപോലെ തന്നെ ചെറിയ ആമകളെയൊക്കെ ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചതും അത് വാങ്ങി അത് ജലാശയങ്ങളിലേക്ക് വിട്ട് അതിൻ്റെ പുണ്യം നേടുന്ന ആളുകളെ ഈ തെരുവുകളിൽ നമുക്ക് കാണാൻ സാധിച്ചു. അത് ബുദ്ധമതസ്ഥരോ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളോ മറ്റേതെങ്കിലും മതവിശ്വാസികളോ അല്ല, മറിച്ച് വിയറ്റ്നാമിലെ സോഷ്യലിസ്റ്റുകളായ കാര്യമായൊരു മതങ്ങളിലും വിശ്വാസമില്ലാത്ത ആളുകളിൽ തന്നെയുള്ള വ്യത്യസ്തമായ ചില ആചാരങ്ങളാണ് അത് എന്ന് മനസ്സിലാകുന്നു. ഇങ്ങനെ ഒട്ടേറെ കാഴ്ചകൾ നമുക്ക് ഈ തെരുവിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെസ്റ്റ് ലേക്കിൻ്റെ തീരത്തുള്ള പഗോഡകൾ വളരെ വ്യത്യസ്തമായ പഗോഡകൾ ആ ഭാഗത്തുണ്ട്. ഹനോയിൽ വെസ്റ്റ് ലേക്കിനോട് ചേർന്ന് തന്നെയാണ് സെൻറ്റ് ജോസഫ് കത്തീഡ്രലുള്ളത്. അതൊരു ഫ്രഞ്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ പണിതുയർത്തിയ അതിമനോഹരമായ ഒരു കത്തീഡ്രലാണ്. നിയോ ഗോതിക് ശൈലിയിൽ 2 കരിങ്കൽ ഗോപുരങ്ങളാൽ പടുത്തുയർത്തിയ തലയെടുപ്പുള്ള ഒരു പള്ളിയാണത്. അത് വിയറ്റ്നാമിലെ ക്രൈസ്തവരുടെ ഒരു സാന്നിധ്യമായിട്ട് അത്തരം ചില പള്ളികൾ ചില പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെസ്റ്റ് ലേക്കിൻ്റെ തീരത്ത് തന്നെയാണ് ട്രാങ്ക് കോക്ക് പഗോഡയുള്ളത്. 11 നിലകളുള്ള ഒരു പഗോഡയാണത്, ഒരു ബുദ്ധക്ഷേത്രമാണത്. 1500 വർഷം പഴക്കമുള്ള ഈ ബുദ്ധക്ഷേത്രം ഇന്ത്യൻ സന്യാസിമാരാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന് ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം, ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ ഒരു ബോധി വൃക്ഷവും അവിടെയുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ആ ഒരു ആൽമരത്തെ അവിടെ എത്തിച്ചത് എന്നതാണ് വിശ്വാസം. അതിൻ്റെ ആ മരം പിന്നീട് പിൽക്കാലത്ത് വലിയ പടർന്നു പന്തലിച്ച ആൽമരമായി മാറി. അതിനുശേഷം വീണ്ടും പലതരത്തിലുള്ള മരങ്ങളും മറ്റും വെച്ച് പിടിപ്പിച്ച് പച്ച പിടിപ്പിച്ച ഒരു സമുച്ചയത്തിനകത്താണ് യഥാർത്ഥത്തിൽ ഈ പഗോഡയുള്ളത്. വിയറ്റ്നാമിലെ ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഒറ്റത്തൂണിൽ നിർമ്മിച്ച ബുദ്ധവിഹാരം. അത് 1 പില്ലർ പഗോഡ, ചുവ മോട്ട് കോട്ട് എന്നറിയപ്പെടുന്ന
ഈ പഗോഡ വെസ്റ്റ് ലേക്കിൻ്റെ തീരത്ത് തന്നെയുള്ള വളരെ രസകരമായ, വളരെ കാണാൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പഗോഡയാണ്. ഒരു താമരപ്പൂ വിരിഞ്ഞ പോലെയുള്ള ഒരു നിർമ്മിതിയാണ്. ഒറ്റക്കല്ലിൽ അതിൽ തന്നെ പടുതുയർത്തിയ ഒരു ബുദ്ധക്ഷേത്രം എന്ന നിലയിൽ അത് വളരെ പ്രശസ്തമാണ്. ഇത്തരം പഗോഡകൾ നമുക്ക് ഹനോയിലാണെങ്കിലും ദനാങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ വിയറ്റ്നാമിൻ്റെ മറ്റ് ഭാഗങ്ങളിലാണെങ്കിലുമൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. വിയറ്റ്നാമിലെ മതവിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ കൂടുതലുള്ള ആളുകൾ ഈ ബുദ്ധമതക്കാരാണ്. ബുദ്ധമതവിശ്വാസികളുടെ അടയാളങ്ങളായിട്ട് ഈ പഗോഡകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളായി ഇത്തരം പഗോഡകൾ ഇവിടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ വിയറ്റ്നാമിലെ മുസ്ലിം സാന്നിധ്യം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം വിയറ്റ്നാമിൽ വളരെ കുറവാണ് എന്ന് വേണം പറയാൻ. പ്രൊട്ടസ്റ്റൻ്റ് ക്രൈസ്തവരുടെയും ബുദ്ധമതസ്ഥരുടെയും ഒക്കെ ആരാധനാലയങ്ങളും അവരുടെ അടയാളങ്ങളുമൊക്കെ കുറഞ്ഞ അളവിലെങ്കിലും വിയറ്റ്നാമിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം അധികം പേരും ഒരു വിയറ്റ്നാമി പാരമ്പര്യ വിശ്വാസികളാണ്. സോഷ്യലിസ്റ്റുകളാണെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പാരമ്പര്യ വിശ്വാസങ്ങൾ അവർ കൊണ്ടു നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ വിയറ്റ്നാമിലെ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. 10 കോടി ജനസംഖ്യയുള്ള വിയറ്റ്നാമിൽ ഏതാണ്ടൊരു 75,000-ഓളം മനുഷ്യർ മാത്രമാണ് മുസ്ലിം ജനസംഖ്യയായിട്ട് അവിടെയുള്ളത്. ഇവരുടെ ആരാധനാലയങ്ങൾ 57 മസ്ജിദുകൾ ആ രാജ്യത്തുണ്ട്. പക്ഷേ വിയറ്റ്നാമിലെത്തുന്ന വിനോദസഞ്ചാരികൾ സാധാരണഗതിയിൽ എത്തിപ്പെടാത്ത ഒരു റൂട്ടിലൂടെ നമ്മുടെ സാധാരണ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഐറ്റിനറിയിൽ നിന്ന് മാറിയിട്ട് സഞ്ചരിക്കാൻ ആലോചിച്ചപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ കൂടി കണ്ടെത്താൻ, അത്തരം സ്ഥലങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹനോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 24 കിലോമീറ്റർ മാറിയിട്ട് ഹാങ്ലോക്ക് എന്നറിയപ്പെടുന്ന ഹനോയിലെ തന്നെ ഒരു തെരുവിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ഹനോയിലെ ഈ തെരുവിൻ്റെ ഒരു പ്രത്യേകത, അത് ഹനോയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന, അവരുടെ സാംസ്കാരിക കേന്ദ്രമുള്ള, അവരുടെ പള്ളി സ്ഥിതി ചെയ്യുന്നൊരു പ്രദേശമാണത്. അൽനൂർ മസ്ജിദ് എന്ന പേരിൽ 135 വർഷം മുമ്പ് ഇന്ത്യയിൽ നിന്നെത്തിയ ഒരു പീർ, കച്ചവടക്കാരനായ വ്യാപാരിയായ ഒരു മനുഷ്യൻ അവിടെ അന്ന് സ്ഥാപിച്ച ഒരു പള്ളി ഈ തെരുവിലുണ്ട്. അൽനൂർ മസ്ജിദിൻ്റെ പരിസരത്തേക്ക് എത്തുമ്പോൾ സഞ്ചാരികൾ സാധാരണഗതിയിൽ ഈ മുസ്ലിം പള്ളികളും മുസ്ലിം ഹെറിറ്റേജുമൊക്കെ സന്ദർശിക്കുമ്പോൾ ഒരു വലിയ ആകർഷണം അവിടെ രുചികരമായ ഭക്ഷണം ലഭിക്കുമെന്നുള്ളതാണ്. നോൺ വെജ് വിഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ പള്ളികളോട് ചേർന്നുള്ള മുസ്ലിം ഗലികളിൽ ലോകത്ത് എവിടെ പോയാലും നമ്മുടെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും ആ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭക്ഷ്യ ശൃംഖല അവിടെ ഉണ്ടായിരിക്കും. ഹലാൽ ഫുഡ് സ്ട്രീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടെ എത്തിയാൽ നമുക്ക് രുചികരമായ നോൺ വെജ് വിഭവങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ അൽനൂർ മസ്ജിദിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഉച്ചഭക്ഷണം കഴിക്കാം എന്ന ഒരു ലക്ഷ്യത്തിൽ കൂടിയാണ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ ഹലാൽ വിഭവങ്ങൾക്ക് പേര് കേട്ട നാൻ കബാബ് എന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല രുചികരമായ ഭക്ഷണം അവിടെ വെച്ച് കഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിയറ്റ്നാം പലതരം ഭക്ഷ്യവൈവിധ്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. വിയറ്റ്നാമിനെക്കുറിച്ച് പൊതുവിൽ പറയുമ്പോൾ വിയറ്റ്നാം പ്രകൃതിയൊരുക്കിയ വിസ്മയങ്ങളുടെ നാടാണ്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ അവിടെ ലഭിക്കും. എന്നാൽ മനുഷ്യനെ പുതിയ തരത്തിലുള്ള ആധുനികമായ വിനോദസഞ്ചാരത്തിനെ തൃപ്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പം ആളുകൾക്ക് കുറേ കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വിയറ്റ്നാമിൽ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് ഈ എഗ് കോഫിയും കിവറ്റ് കോഫിയും അതുപോലെ കോപ്പി ലുവാക്ക്, ഇളനീർ കോഫി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല വ്യത്യസ്തമായ വിഭവങ്ങളും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെങ്കിലും അവിടെയുള്ള നോൺ വെജ് വിഭവങ്ങൾ നമ്മുടെ രുചിശീലങ്ങൾക്ക് ചേർന്നതല്ലാത്തത് കൊണ്ട് പലർക്കും അത് വളരെ കുറച്ച് 1-2 സമയമൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്നതിനപ്പുറം നമ്മുടെ വിശപ്പ് മാറ്റാൻ അത് പര്യാപ്തമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ അൽനൂർ മസ്ജിദിൻ്റെ പരിസരത്തുള്ള ഫുഡ് സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ എത്തുന്നതും നാൻ കബാബ് റെസ്റ്റോറൻറ്റിൽ വെച്ച് രുചികരമായ ആ ഭക്ഷണം ആസ്വദിക്കുന്നതും. പള്ളിക്ക് അകത്തേക്ക് കയറിയപ്പോൾ ആ കോമ്പൗണ്ടിനകത്ത് പള്ളിയുടെ മേൽക്കൂരയ്ക്ക് കീഴിലായി തന്നെ ഒരു വിയറ്റ്നാം പ്ലാവ് നമുക്ക് അവിടെ കാഴ്ച നിൽക്കുന്നതായി കാണാൻ സാധിക്കും.
ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ വരെ വിയറ്റ്നാം ഏളി എന്ന പേരിൽ രുചികരമായ ചക്ക, വിയറ്റ്നാം ചക്ക നമ്മുടെ വീടുകളിൽ തന്നെ വിളയുന്നുണ്ട്. അത് അതിൻ്റെ നാട്ടിൽ പോയി അതിൻ്റെ ഹൈബ്രിഡ് അല്ലാതെ നാടൻ ഇനങ്ങളിൽപ്പെട്ട പ്ലാവ് തന്നെ കായ്ച്ചു നിൽക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. പള്ളിയിലെത്തുന്ന ആളുകൾക്ക് അവർ ചക്ക മുറിച്ചു കൊടുത്ത് ആ പഴുത്ത ചക്കപ്പഴങ്ങൾ നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയ സമയത്ത് പക്ഷേ അവിടുത്തെ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് ഫലവൃക്ഷങ്ങളുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള പഴങ്ങൾ വിളയുന്ന ഒരു നാട് കൂടിയാണ് വിയറ്റ്നാം. ഈ സീസണിൽ ഏറ്റവും കൂടുതലുള്ളത് ലിച്ചി പഴങ്ങളാണ്. വളരെ രുചികരമായ തേനൂറുന്ന ലിച്ചി പഴങ്ങൾ അത് നൽകിയാണ് ആ പള്ളിയിലേക്ക് എത്തിയ ഈ വിനോദസഞ്ചാരികളായെത്തിയ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ അവിടെയുള്ള വിശ്വാസികളായ സ്ത്രീകൾ സ്വീകരിച്ചത്. അത് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അതോടൊപ്പം പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ രുചികരമായ ഈത്തപ്പഴം ഒരുക്കി വെച്ചിട്ടുണ്ട്. എള്ള് ചേർത്ത ഈ ഈത്തപ്പഴത്തിന് ഒരു വല്ലാത്ത രുചിയുണ്ടായിരുന്നു. അത് പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് നൽകാനായി, അവരെ സ്വീകരിക്കാനായി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചെറിയ പള്ളിയാണെങ്കിലും പള്ളിക്കകത്തെ ചുമരുകളിൽ ഈ ഖുർആനിക സൂക്തങ്ങളും പ്രവാചക വചനങ്ങളുമൊക്കെ അറബിക് കാലിഗ്രഫിയിൽ കൊത്തിയെടുത്തതായി കാണാൻ സാധിക്കും. അവിടെ എത്തുന്ന എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുകയും ഹൃദ്യമായി യാത്രയക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഹാങ്ലോക്കിലുള്ള ഈ പള്ളിയും അതുപോലെ തന്നെ ഈ അൽനൂർ മസ്ജിദിൻ്റെ ചുറ്റുമുള്ള ആ തെരുവും ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവങ്ങളാണ്. വിയറ്റ്നാമി ജനതയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ, ബുദ്ധ, ഇസ്ലാമിക അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള വിശ്വാസങ്ങളും ഉള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിലും ആ ജനതയുടെ പൊതുവായ ഒരു രീതി, അവരൊരു സോഷ്യലിസ്റ്റ് ജനതയാണ്. അവർക്ക് എടുത്തു പറയാവുന്ന ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക ഒരു മുൻതൂക്കം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് തോന്നാത്ത രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഈ പള്ളികളാണെങ്കിലും പഗോഡകളാണെങ്കിലും ചർച്ചുകളാണെങ്കിലും അതിൻ്റെയൊക്കെ നിയന്ത്രണം ഒരു പരിധിവരെ സർക്കാരിൽ തന്നെ നിക്ഷിപ്തമാണ്. ഇതിൻ്റെ നടത്തിപ്പിനാവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ സർക്കാരിൽ നിന്ന് തന്നെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ മുസ്ലിം പള്ളികളിൽ തന്നെ 5 നേരത്തെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സുബഹി നമസ്കാരത്തിന് ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ ഇവിടെ അനുമതിയില്ല. മറ്റ് ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നടക്കുന്നൊരു നമസ്കാരമായതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഈ വിയറ്റ്നാമിലെ മുസ്ലിം പള്ളികളിൽ പൊതുവിലുണ്ട്. അത് മറ്റ് ആരാധനാലയങ്ങൾക്കും സമാനമായ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതായാലും വിയറ്റ്നാമിലെത്തുന്ന സഞ്ചാരികൾ കാര്യമായി എത്തിപ്പെടാത്ത ഇത്തരം തെരുവുകളിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി വ്യത്യസ്തമായ വിഭവങ്ങൾ ആസ്വദിക്കാനും വ്യത്യസ്തമായ ജീവിതങ്ങൾ കണ്ടറിയാനുമുള്ള അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. വ്യത്യസ്തമായ വിശ്വാസങ്ങളും വ്യത്യസ്തമായ ആചാരങ്ങളും മറ്റ് പല രാജ്യങ്ങളിലും എന്ന പോലെ വിയറ്റ്നാമിലുമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മൾ ഈ തെരുവുകളിൽ നിന്ന്, പ്രത്യേകിച്ച് നഗരങ്ങളിൽ നിന്ന്, ഹനോയിൽ നിന്നും ദനാങ്ങിൽ നിന്നുമൊക്കെ അല്പം അകലങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ പാതയോരത്ത് വഴിയരികിൽ ധാരാളമായിട്ട് സെമിത്തേരികൾ കാണാൻ സാധിക്കും. ഈ കുഴിമാടങ്ങൾ അവർ പക്ഷേ എത്ര മനോഹരമായാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഈ സെമിത്തേരികൾ ചെറു വീടുകൾ പോലെയാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്യുന്ന ആ സ്ഥലങ്ങളിൽ ഒരു 2-3 വർഷങ്ങൾ കൊണ്ട് അവരുടെ ശരീരം അഴുകിച്ചേർന്നതിന് ശേഷം അതിൽ നിന്ന് എല്ലുകൾ മാത്രം എടുത്ത് അത് ചെറു കുഴികളിൽ വെച്ച് ആ കുഴികൾക്ക് മുകളിൽ അവർ താമസിക്കുന്ന വീടുകളുടെ ചെറു മാതൃകകൾ ഉണ്ടാക്കി വെച്ച് മനോഹരമായ സെമിത്തേരികൾ, അതൊരു ഒരു ഒരു അങ്ങാടി പോലെ അല്ലെങ്കിൽ ഒരു നാഗരികതയെ സൂചിപ്പിക്കുന്ന തരത്തിൽ അതിനെ പടുത്തുയർത്തിയിരിക്കുന്ന മനോഹരമായ കാഴ്ചകളും വിയറ്റ്നാമിൽ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കൃഷിയിടങ്ങളോടൊക്കെ ചേർന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രൊട്ടസ്റ്റൻറ്റുകളുടെയും ബുദ്ധമതസ്ഥരുടെയും ഒക്കെ ആരാധനാലയങ്ങളും അവരുടെ സെമിത്തേരികളുമൊക്കെ മറ്റു നാടുകളിലുള്ള രീതികളിൽ തന്നെയാണ് അവിടെയും ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം വിയറ്റ്നാമീസ് ജനത അവിടെയുള്ള പ്രത്യേകിച്ചൊരു മതങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ആളുകൾ അവരുടെ സെമിത്തേരികളാണ് മനോഹരമായി ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് കാണുന്നത്. ഓരോരോ നാടുകളിലെത്തുമ്പോൾ എന്തെല്ലാം വ്യത്യസ്തമായ വിചിത്രമായ കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ട്രാവലേഴ്സ് കഫേയുടെ അടുത്ത എപ്പിസോഡിൽ വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം.